ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലെപ്പോഴുള്ള 2 ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുമുറയുള്ള അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് അരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുത്ത് കിട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും ചെയ്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ പൊടിയൊക്കെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം, ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കൂടി പോവേണ്ട. 1/2 കപ്പ് കറക്റ്റാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ കുറുക്കിയെടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, ചെറിയൊരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നാൽ ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ഒട്ടലുണ്ടാവും, അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ ഇനി ഇത് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കി കയ്യിലെടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് പിന്നെ 2 വിരലുകൾക്കിടയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയിട്ട് വിരലിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ വെച്ചിട്ട് കുറേ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ, കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പരന്നിട്ടുള്ള ഈ ഒരു പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ കൂടുതൽ അളവിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കരുത്, ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഏകദേശം ആയതിനു ശേഷം മാത്രം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ആയി കഴിയുമ്പോൾ തന്നെ നല്ല കറുമുറയായിട്ടാണുള്ളത്, നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല സ്നാക്കാണ്, നല്ല കറുമുറയായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ കുറഞ്ഞ അളവിൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കൂടുതൽ അളവിൽ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ, കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ പരന്നിട്ടുള്ള പാനിലാവുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഒരേ സമയം വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുമുറയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇനി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ചാട്ട് മസാല കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചാട്ട് മസാലയും വിതറിയിട്ട് ഒന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുർക്കുറുവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.